അപ്പോൾ ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയുടെ ഫലം വന്നപ്പോൾ ഒരു ഉന്നത റാങ്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥിയാണ് നമ്മുടെ മാധവ് ആർ ബാബു. കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശിയാണ് മാധവ്. മാധവൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങളിപ്പോൾ വന്നത്. മാധവ് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ കൺഗ്രാജുലേഷൻസ്. താങ്ക്സ്. അപ്പോൾ എങ്ങനെയായിരുന്നു മാധവ് കീമിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ? ഞാൻ ഇവിടെ ബ്രില്യനിൽ ജോയിൻ ചെയ്ത് ജെഇ അഡ്വാൻസിൻ്റെ ബാച്ചിനാണ്. അപ്പം നമ്മൾ ജെഇക്ക് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്യുമ്പം സിലബസ് സെയിം തന്നെയാണ്. ഒന്ന് രണ്ട് അഡ്വാൻസ് ഇല്ലാതെ 2 ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു, സെമി കണ്ടക്ടേഴ്സ് പോലത്തെ. അപ്പം ഞാൻ ജെഇക്ക് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്തു. ലാസ്റ്റ് നമ്മൾ ബ്രില്യൻ്റ് ഒരുപാട് കീമിൻ്റെ മോഡൽ ഇടും, അപ്പം അതൊക്കെ അറ്റൻഡ് ചെയ്തു. അപ്പോൾ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നോ? അതെ, ഇത്തവണ എനിക്ക് തോന്നുന്നു മാത്സ് കുറച്ചും കൂടി ഒന്ന് ടഫ് ആക്കിയിരുന്നു. അപ്പം പിന്നെ നമ്മൾ ജെഇക്ക് എന്തായാലും ജെഇ ലെവലിലാണ് പഠിക്കുന്നത്, അപ്പം അതൊരു പ്രശ്നമില്ല. അപ്പോൾ സ്റ്റഡി പാറ്റേൺ എങ്ങനെയായിരുന്നു? ഒരു ദിവസം ഇത്ര ടൈം മാറ്റി വെക്കുമായിരുന്നു? അതായത് ഫിസിക്സിന് ഇത്ര ടൈം, കെമിസ്ട്രിക്ക് ഇത്ര ടൈം, മാത്സിന് ഒരു ഇത്ര ടൈം, അല്ലെങ്കിൽ ഏതെങ്കിലും ചാപ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഇത്ര ടൈം എന്നുള്ള രീതിയിൽ ഷെഡ്യൂൾ ചെയ്യുന്നൊരു രീതി ഉണ്ടായിരുന്നോ? അങ്ങനെയല്ല, ഞാനിപ്പം എനിക്കൊരു ഏതെങ്കിലും ടോപ്പിക്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാനാണ് ഒരു താല്പര്യമെങ്കിൽ ഞാൻ അത് ചെയ്യും. പിന്നെ ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തത് കെമിസ്ട്രി ആയിരുന്നു. കെമിസ്ട്രി ഞാൻ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ അത് ഇമ്പ്രൂവ് ചെയ്തു അല്ലേ? അപ്പം ഏറ്റവും എളുപ്പമുള്ളൊരു അല്ലെങ്കിൽ മാധവന് കൂടുതൽ ഇഷ്ടത്തോടു കൂടി പഠിക്കാൻ വേണ്ടി തയ്യാറെടുത്ത ഒരു സബ്ജക്റ്റ് ഏതായിരുന്നു? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടോപ്പിക്ക് മാത്സ് ആണ്. മാത്സ് ആണല്ലേ? അപ്പോൾ മാത്സിനുള്ളൊരു അഭിരുചി ആയിരുന്നോ എഞ്ചിനീയറിംഗ് ഫീൽഡിലോട്ട് വരാമെന്നുള്ളൊരു തീരുമാനം എടുക്കാൻ കാരണം? അതെ, അത് മാത്സിനുള്ളൊരു പാഷൻ. ഓക്കെ. ബ്രില്യൻ്റിലെ ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു? ബ്രില്യൻ്റിൽ 2 കൊല്ലം ആക്ച്വലി നല്ല രസമാണ്. നമ്മൾ രാവിലെ എണീക്കും, കുറച്ച് ക്ലാസ് കയറും, പിന്നെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നല്ല രസമാണ്. ക്വസ്റ്റ്യൻസ് ഈ പ്രത്യേകിച്ച് ജെഇക്കൊക്കെ ചെയ്യുമ്പം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ ആക്ച്വലി ജെഇ ക്വസ്റ്റ്യൻ ചെയ്യാൻ നല്ല രസമാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രിപ്പറേഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, അതുപോലെ നമ്മുടെ മോഡൽ എക്സാംസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ കേരള എഞ്ചിനീയറിംഗിലേക്ക് ഇങ്ങനെ ഒരു ടോപ്പേഴ്സ് ലിസ്റ്റിലേക്ക് എത്തും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നോ? അതെ, ഇപ്പം കേരള എഞ്ചിനീയറിംഗ് റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി നമ്മുടെ ബ്രില്യൻ്റിലെ വീക്ക്ലി എക്സാംസിന്റെ റാങ്ക് ലിസ്റ്റ് പോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഒരു നല്ല റാങ്ക് അറിയായിരുന്നു അല്ലേ? സ്വന്തമായി തന്നെ ഒരു അസസ്മെന്റും കാര്യങ്ങളൊക്കെ. അതൊരു കുസാറ്റിൽ എത്രാമത്തെ റാങ്ക് ആയിരുന്നു? ഫിഫ്ത്ത് റാങ്ക് ആയിരുന്നു. ഓൾ ഇന്ത്യ റാങ്ക് 5th ആയിരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി മാധവന് എവിടെയാണ് ഒരു ഡ്രീം ക്യാമ്പ് അല്ലെങ്കിൽ ഡ്രീം കോഴ്സ് ഏതാണ്? ഞാൻ ഏതെങ്കിലും ഒരു നല്ല IIT-യിൽ CS എടുക്കാനാണ്. കമ്പ്യൂട്ടർ സയൻസ് താല്പര്യം അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ മാധവൻ്റെ ആ ഒരു ആഗ്രഹം സാധ്യമാകട്ടെ എന്ന് ഞങ്ങൾ ടീം ബ്രില്യൻ്റ് ആശംസിക്കുകയാണ്. അപ്പോൾ ഇനി ഭാവിയിലും ഇതിലും വലിയ പരീക്ഷകളൊക്കെ വരുമ്പോൾ ഇതിൽ നല്ല വിജയമൊക്കെ നേടാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. താങ്ക്സ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.